ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവിടെ ഒരു ടൗൺഷിപ്പിനുള്ള ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നടത്തുന്നത്. ആ ചടങ്ങ് തന്നെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ചടങ്ങാണ്. വയനാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെയോ സന്നദ്ധ സംഘടനകളെയോ ആരെയും അറിയിക്കാതെ ഏകപക്ഷീയമായി ഗവൺമെൻറ് നടത്തുന്നൊരു ചടങ്ങാണ്. മാത്രമല്ല, ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളോട് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയും തങ്ങൾക്കില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഈ 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നിപ്പോൾ പേരിനെങ്കിലും ഒരു ചടങ്ങ് നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അവിടെ നടക്കുന്ന ചടങ്ങ് ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമാണ്. കാരണം അതിനാവശ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല. ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കേവലം ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് ഈ 8 മാസം എന്തുകൊണ്ട് വൈകി എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുനരധിവാസ പ്രവർത്തനത്തിന് 8 മാസത്തെ കാലതാമസം ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം വയനാട്ടിലെ ജനങ്ങളോട് ഇന്ന് മുഖ്യമന്ത്രി പറയണം. വീട് നഷ്ടപ്പെട്ട നിരപരാധികളായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ 8 മാസമായി അവർ പല സ്ഥലത്തായിട്ട് താമസിക്കുകയാണ്. അവർക്കാർക്കും സ്വന്തമായൊരു കൂരയുണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആദ്യമൊക്കെ ഇവർ പറഞ്ഞത് സർക്കാരിന്റെ കയ്യിൽ കാശില്ല എന്നായിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് അവകാശവാദം പൊളിഞ്ഞുപോയി. സർക്കാരിന്റെ കയ്യിൽ കേന്ദ്രവിഹിതമായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുള്ള പണമായിട്ടും 1000-ലേറെ കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട് എന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും 3 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും വീടുണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ വീട് നഷ്ടപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ശത്രുക്കളായി കാണുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവിടെ ഒരു ടൗൺഷിപ്പിനുള്ള ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നടത്തുന്നത്. ആ ചടങ്ങ് തന്നെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ചടങ്ങാണ്. വയനാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെയോ സന്നദ്ധ സംഘടനകളെയോ ആരെയും അറിയിക്കാതെ ഏകപക്ഷീയമായി ഗവൺമെൻറ് നടത്തുന്നൊരു ചടങ്ങാണ്. മാത്രമല്ല, ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളോട് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയും തങ്ങൾക്കില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഈ 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നിപ്പോൾ പേരിനെങ്കിലും ഒരു ചടങ്ങ് നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അവിടെ നടക്കുന്ന ചടങ്ങ് ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമാണ്. കാരണം അതിനാവശ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല. ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കേവലം ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് ഈ 8 മാസം എന്തുകൊണ്ട് വൈകി എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുനരധിവാസ പ്രവർത്തനത്തിന് 8 മാസത്തെ കാലതാമസം ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം വയനാട്ടിലെ ജനങ്ങളോട് ഇന്ന് മുഖ്യമന്ത്രി പറയണം. വീട് നഷ്ടപ്പെട്ട നിരപരാധികളായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ 8 മാസമായി അവർ പല സ്ഥലത്തായിട്ട് താമസിക്കുകയാണ്. അവർക്കാർക്കും സ്വന്തമായൊരു കൂരയുണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആദ്യമൊക്കെ ഇവർ പറഞ്ഞത് സർക്കാരിന്റെ കയ്യിൽ കാശില്ല എന്നായിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് അവകാശവാദം പൊളിഞ്ഞുപോയി. സർക്കാരിന്റെ കയ്യിൽ കേന്ദ്രവിഹിതമായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുള്ള പണമായിട്ടും 1000-ലേറെ കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട് എന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും 3 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും വീടുണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ വീട് നഷ്ടപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ശത്രുക്കളായി കാണുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ട്.